ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു ഓഡി A4 എത്രയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? NOC-ൽ നമുക്ക് 8,90,000 രൂപ കൊടുക്കാം. ഇത് ഇറങ്ങിയ ആ സമയത്തുള്ള വണ്ടി, ആ ന്യൂ ഷേപ്പ് ഇറങ്ങിയ വണ്ടി, ഫുൾ ഓപ്ഷൻ ആണ്. അവക്കാഡോ രാജാവ് ഈ വണ്ടി ആയിട്ട് ഇങ്ങനെ റോഡ് കൂടെ പോകുമ്പോ ഓനൊരു മുതലാളി എന്ന് തന്നെ പറയില്ലേ. 4 നോട്ടം കിട്ടും. മാത്രല്ല ഒരു വാല്യൂം കിട്ടും. 10,30,000 രൂപ ഫൈനല്. നമ്മള് ചോദിച്ചിന്ന് 10,80,000 ആയിരുന്നു. നമ്മള് ഓഫർ പ്രൈസ് ആയി. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു പ്രീമിയം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിൽ കണ്ടിട്ടുണ്ടാവും നല്ല പ്രീമിയം കാറുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളെ ബഡ്ജറ്റിന് അടങ്ങിയ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം കാറാണ് ഈ വീഡിയോസിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളി, ഗുണം ചെയ്യും. SUV ടൈപ്പ് മുതൽ ബെൻസിൻ്റെ C-ക്ലാസ്, ഓഡി A4, A6, BMW ഈ വാഹനങ്ങളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മാന്യമായ റേറ്റിൽ നല്ല വാഹനങ്ങൾ, പ്രീമിയം കാറുകൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്തോളൂ. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വൺഡ്രൈവ് ചട്ടിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവുക. അപ്പോൾ ഇന്ന് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാൻ പോകുന്നത് ഫൈസൽ ബ്രോ ആണ്. മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. 2 വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് ഫൈസലിനെ കൊണ്ടുവരുന്നത് പ്രേക്ഷകർ മെസ്സേജ് അയച്ചതിൻ്റെ പേരിലാണ് ഫൈസലിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫൈസലിനെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടികൾ? പ്രീമിയം കാറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫുള്ള് പ്രീമിയം കാർ. ഒരുപാട് കത്തി റേറ്റ് ഉണ്ടോ? കത്തി റേറ്റ് ഒന്നുമില്ല. മര്യാദ വിലക്ക് നല്ല പ്രീമിയം കാർ, ക്വാളിറ്റി ഉള്ള പ്രീമിയം കാർ ആണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച് അവരെ ബോറടിപ്പിക്കുന്നില്ല, നേരെ ഓരോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് കണ്ട് കിടക്കാം. അപ്പോൾ കമോൺ ഗൈസ്. വയസ്സിൽ നമുക്ക് ആദ്യമായിട്ട് ബെൻസിൽ ഒരു SUV രാജാവ്. ഈ വണ്ടിയായിട്ട് ഇങ്ങനെ റോഡ് കൂടെ പോകുമ്പോ ഓനൊരു മുതലാളി എന്ന് തന്നെ പറയില്ലേ. 4 നോട്ടം കിട്ടും. മാത്രല്ല ഒരു വാല്യൂം കിട്ടും. അപ്പോ SUV ടൈപ്പ് ഇത് ഏതാണ് വാഹനം? ഇത് മെർസിഡീസ് ബെൻസില് 250C GLE 250 ഫോർമാറ്റിക് SUV ടൈപ്പ്. വാഹനം എങ്ങനെയുണ്ട്? മോഡൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയും. 2015 മാനുഫാക്ചറിങ്, 2016 രജിസ്ട്രേഷൻ. ടയർ കുറവാണല്ലോ, ഒരു 40-50%. 50 ഇല്ലടാ, ഒരു 40ന്റെ താഴെ ടയർ കുറവാണ്. പിന്നെ വാഹനം എങ്ങനെയുണ്ട്? ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? പക്കാ ഡീസന്റ് വണ്ടി, നീറ്റ് വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബാക്കിൽ ഒരു 10-40% ടയർ ഉണ്ട്. ടയർ 4 കുറവാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,20,000 കിലോമീറ്റർ. 1,20,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. 2000 ഫാൻസി നമ്പർ ഉള്ള വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള കസ്റ്റമർ ഇറക്കിയ വണ്ടിയാണ്. ഇപ്പോ വടകരയില് പിന്നെ ആദ്യം എവിടെയായിരുന്നു? ആദ്യം പോണ്ടിച്ചേരി. PYയിൽ ടാക്സ് കുറക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇറക്കിയിട്ടുണ്ടാവും. പിന്നെ പ്രശ്നങ്ങളൊക്കെ വന്നില്ലേ, സുരേഷ് ഗോപിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ അതിന്റെ ശേഷം വടകരയ്ക്ക് തന്നെ മാറ്റിയിട്ടുണ്ടാവും. എത്രാമത്തെ ഓണറാണെന്ന് പറഞ്ഞത്? സെക്കൻഡ് ഓണർഷിപ്പ്, 2ാമത്തെ ഓണറാണല്ലേ. വണ്ടി എക്സ്റ്റീരിയർ ഭാഗം കാണാൻ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നീറ്റ് തന്നെയാണ്. യാതൊരുവിധ മുസ്റ്റിലും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സീറ്റിന്റെ ഇവിടെ, ഡ്രൈവർ സീറ്റിന്റെ ഇവിടെ ചെറിയൊരു ഫെയ്ഡ് വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? വർക്കിംഗ് ഒക്കെ നല്ല 1,20,660 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും എറർ മെസ്സേജോ? ഇല്ല. സൺറൂഫ് ഉണ്ട് അല്ലേ? സൺറൂഫ് ഉള്ള ടൈപ്പാണ്. ഇനി ബാക്ക് വശം നോക്കുകയാണെങ്കിൽ ഇത് 7 സീറ്റർ അല്ല അല്ലേ? അല്ലല്ല, 5 സീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇനി റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊന്നും വലിയ മുഷിലും കാര്യങ്ങൾ വന്നിട്ടില്ല. ബാക്കിൽ റിയർ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഫോർമാറ്റിക് ആണ്. അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിരിക്കും. ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് മാത്രമേ ഒരു മുഷിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല വാഹനമാണ്. ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല. സർവീസ് ഒക്കെ ജെനുവിനാണ്. സർവീസ് ഒക്കെ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഈ ലെവലില് എത്രയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 24.5 ലക്ഷം രൂപ. 24.5 ലക്ഷം രൂപ അല്ലേ? 24.5 ലക്ഷം രൂപക്ക് ഒരു SUV ടൈപ്പ്, ഒരു GLE ഫോർമാറ്റിക്, നല്ലൊരു കിടിലൻ രാജാവിനെ തന്നെ കൊണ്ട് സ്വന്തമാക്കാം. അപ്പോൾ ഇതിന് ലോണൊക്കെ കിട്ടൂലേ? ലോൺ കിട്ടും. ഒരു 10-20 ലക്ഷം രൂപ ഏകദേശം കിട്ടൂലേ? ആൾക്കാർക്ക് കിട്ടേണ്ട വണ്ടിയാണ്. നല്ല കണ്ടോ, ഫ്രണ്ടേജ് ഒക്കെ നല്ല ലുക്കുള്ള
ഒരു സൂപ്പർ വാഹനം സ്വന്തമാക്കാം. നെഗോഷ്യബിൾ ആവില്ലേ? തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആയിട്ട് തരുകയും ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് ഒരു ക്യൂട്ട് വെഹിക്കിൾ സി ക്ലാസ് ഈ മോഡലിൽ ഇറങ്ങിയ ഭയങ്കര രസമായിരുന്നു കാണാൻ ഇറങ്ങിയ സമയത്ത് അല്ലേ? ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്താണ് ഈ സി ക്ലാസ്. 2014-15 രജിസ്റ്റർ, 2014 മോഡല്, 15 രജിസ്ട്രേഷൻ. അപ്പൊ പുതിയത് ഇറങ്ങിയ ആ സമയത്തുള്ള വണ്ടി, ആ ന്യൂ ഷേപ്പ് ഇറങ്ങിയ വണ്ടി, ഫുൾ ഓപ്ഷൻ ആണ്. അവക്കാഡോ ഈ ഹെഡ്ലൈറ്റ് കാണാൻ എന്താ ഭംഗി. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നീറ്റ്, നല്ല നീറ്റാണ്. UP ആണ്. അപ്പൊ കിലോമീറ്റർ എത്രയുണ്ട് പറഞ്ഞു? 95 കിലോമീറ്റർ. 95,000. അത് ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. UP രജിസ്ട്രേഷൻ 7/4/25. അപ്പൊ 4-ാം മാസം ഇറങ്ങിയതാണ്. അതെ. അപ്പൊ അത് എന്നിട്ട് മോഡൽ 14 ഉള്ളൂ. 14 മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് 14 ഉള്ളൂ. 15 രജിസ്ട്രേഷൻ. ടയറൊക്കെ ഒരു 50% മുകളിലുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. വണ്ടിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല സൂപ്പർ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. വന്ന് നോക്കുമ്പോ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. കസ്റ്റമർ ഒന്ന് നോക്കുമ്പോ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഫീച്ചേഴ്സിന്റെ കാര്യം പിന്നെ നമുക്ക് പറഞ്ഞാൽ എത്തൂല. അത്രയും ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള വാഹനമായിരിക്കും. എന്നാൽ നമുക്ക് ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ പുതിയ വണ്ടിന്റെ ആ ഒരു കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടി തന്നെ കേട്ടോ. ശരിക്കും ഈ സ്വിച്ചസ് ബാക്കി കാര്യങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു മുഷിച്ചിൽ വരും. പിന്നെ മെയിനായിട്ട് ഇത് സംഭവിക്കുന്ന ഡ്രൈവർ സീറ്റാണ്. ഒരുപാട് ഓടിയ വണ്ടികൾക്കുള്ള ഡ്രൈവർ സീറ്റുകളൊക്കെ മുഷിച്ചിൽ വരും. ഇതൊന്നും സംഭവിച്ചില്ല. ചെറിയൊരു വിള്ളൽ പോലെ അങ്ങനെ കാണുന്നുണ്ട്. അതൊന്നും പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതാ ഇൻറ്റീരിയർ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ, AC, അതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല. പനോരമിക് സൺറൂഫ്, ഡ്യുവൽ സൺറൂഫ് വരുന്നുണ്ട് അല്ലേ? സൺറൂഫ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഇനി ബാക്ക് സൈഡ് കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും പക്കാ വണ്ടി. ഒരു പുതിയ വാഹനത്തിൽ കയറുന്ന അതെ എറർ മെസ്സേജോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല, നിലവിലൊന്നുമില്ല. ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടില്ല കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്പർ ആക്കാൻ കേട്ടോ. ആയിക്കോട്ടെ, അതിനുള്ള പ്രൈസ് കുറച്ച് കൊടുക്കുമല്ലോ. അപ്പൊ നമുക്ക് 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 95,000 കിലോമീറ്റർ ഓടിയില്ല C220 അവക്കാഡോ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. എത്ര പ്രൈസിന് ഈ കണ്ടീഷനിൽ കൊടുക്കും? NOC-ലല്ലേ? നമുക്ക് 15-30 നമ്മളെ കയ്യിലിട്ടാൽ മതി. 15,30,000. അതെ. നമ്പർ ആക്കാൻ വേറെ കാണണം. ഒരു 3 ലക്ഷം രൂപ അങ്ങനെയല്ലോ. 18,30,000 രൂപയ്ക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ചെറിയ മാറ്റം വരുത്തി ചെയ്യും ചെയ്യാം. ചെറിയ മാറ്റം വരുത്തും ചെയ്യും. അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് 15,30,000, ഒരു 3 ലക്ഷം 18,30,000 രൂപയാവും ഇത് ഇറങ്ങുമ്പോഴേക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഒരു ഇത് പുതിയത് ഇറങ്ങുമ്പോ എങ്ങനെയായാലും ഒരു 10-80 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. അപ്പൊ ഒരു 10 വർഷം പിന്നിടുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് പ്രൈസ് ഡിഫറൻസിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി. അതർ സൈഡിലൊക്കെ പോയി എടുക്കുമ്പോൾ ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓടി മുഷിഞ്ഞ വണ്ടികൾ ആകെ അവിടെ യൂസ് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി. ഇതിന് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. നമ്പറാക്കി ഒരു 10-15 ലക്ഷം റുപ്യൊക്കെ ലോണും കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ ലോണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും. നമ്മൾ കേരള വണ്ടി കിട്ടുന്ന പോലെ പെട്ടെന്ന് കിട്ടൂല. നമുക്ക് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ലോൺ ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഒരു Audi A4. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതും 2014 അങ്ങേ തല. ഇത് എത്രയാണ് മോഡൽ വരുന്നത്? 2014 ഡിസംബർ കേട്ടോ. 2014 ഡിസംബർ. 15 രജിസ്ട്രേഷൻ ഇല്ല. 14 ഡിസംബർ Audi A4. ഏതാണ് വേരിയന്റ്? ഏറ്റവും ഫുൾ ഓപ്ഷൻ. അപ്പൊ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ നോക്കുന്നവർ ഒരു സ്ക്രാച്ചോ ഡെന്റോ റീപെയിന്റിങ്ങോ ഒന്നും കാണുന്നില്ല. 95 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും ടയർ ഒരു 50% ഉള്ളിലേ ഉള്ളൂ. 17/12/14 ആണ് ഇറങ്ങിയിട്ടുള്ളത് വണ്ടി. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഓൾ ഒറിജിനൽ. സൺറൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ബാക്ക് ടയർ ഒരു 70% കാണുന്നുണ്ട്. പിന്നെ റിയർ സൈഡിലേക്ക് വന്നാൽ ഒരു വര പോലും ഞാൻ ഇത്രയും സമയം നടന്ന് കണ്ടിട്ടില്ല. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടാന്നറിയില്ല. ഒരു വര പോലും കണ്ടിട്ടില്ല. A4 TDI. സൈഡ് ഭാഗം വരികയാണെങ്കിലും കംപ്ലൈൻസുകളൊന്നും കാണുന്നില്ല. ഇനി എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസോ ഇല്ല, ഒന്നുമില്ല, നിലവിലൊന്നുമില്ല. ഇനി ഇന്റീരിയർ സൈഡ് തുറന്നു നോക്കിക്കഴിഞ്ഞാലും
സ്വിച്ചസ് കാര്യങ്ങളൊന്നും മുഷിച്ചിൽ വന്നിട്ടില്ല. ചെറിയൊരു സ്ക്രാച്ചൊക്കെ അവിടെ കാണുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് കുറച്ചൊരു മുഷിച്ചിൽ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പോളിഷ് ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. സൺറൂഫ് ഒക്കെ വരുന്ന വാഹനമാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇനി റിയർ സൈഡിലേക്ക് വരികയാണെങ്കിലും റിയർ സൈഡ് ഒരു പ്രശ്നങ്ങളൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. പിന്നെ ബാക്കി മെക്കാനിക്കൽ ഇഷ്യൂസ് ഒക്കെ ചെക്ക് ചെയ്തോട്ടല്ലേ. നമ്മള് പിന്നെ ഇങ്ങനെ വായിട്ടിട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള അവസരമൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ 2015 മോഡല് 14 മോഡൽ ഡിസംബർ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു ഓഡി A4 എത്രയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? NOC-യിൽ നമുക്ക് 8,90,000 രൂപ കൊടുക്കാം. NOC-യിൽ നമ്പർ ആവാൻ എത്ര വരും? ഏകദേശം 2 ലക്ഷം രൂപേന്റെ ഉള്ളിൽ. 2ന്റെ മുകളിൽ വരും. ഉള്ളിലല്ല, മുകളിൽ വരും. 14 അല്ലേ? അപ്പോൾ ഒരു 10-11 ലക്ഷം രൂപേന്റെ ഉള്ളില് നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി സ്വന്തമാക്കാം. താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഉള്ളതുപോലെ തന്നെ പറയണം. ഇനി അടുത്തതൊരു A6 ഓഡി A6 1210. എത്രയാണ് മോഡല്? 2014 മോഡൽ തന്നെ. രജിസ്ട്രേഷൻ 15 ഉണ്ടാ? ഇല്ല 14 മോഡൽ A6. ഇതിൽ സൺറൂഫ് ഒന്നും വരാത്ത ടൈപ്പാണ്. ടയറൊന്നും കാണില്ലല്ലോ, ഉള്ളിലാണല്ലോ ടയർ. പിന്നെ എയർ സസ്പെൻഷനൊക്കെ വരുന്ന ടൈപ്പ് അല്ലേ? ആ ടയർ ഉണ്ട്. ടയർ അത്യാവശ്യം ഫ്രണ്ടിൽ ഒരു 80% ടയർ ഉണ്ട്. സൈഡ് ഭാഗങ്ങളൊക്കെ വരികയാണെങ്കിൽ വലിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ക്വാളിറ്റി പക്ക ക്വാളിറ്റി, നല്ല ക്വാളിറ്റി വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി. എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ? നിലവിലൊന്നുമില്ല. ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അത്ര 100% ഹൈ ക്വാളിറ്റി ഒന്നും പറയുന്നില്ല. കാണുമ്പോ അങ്ങനെ ഒരു നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ പീസ് പോയിട്ടുണ്ട്, വെച്ച് കൊടുക്കൂലേ? വെച്ചെടുക്കാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോ അത്ര A4-ന്റെ അത്ര തന്നെ ക്വാളിറ്റി ഇന്റീരിയറിൽ തോന്നുന്നില്ല. സീറ്റൊക്കെ കുറച്ച് മുഷ്ടിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. 14 ഇവിടെ ഡാഷ്ബോർഡിൻ്റെ ഒന്നും വലിയ പ്രശ്നമില്ല. എന്നാലും ഒരു 100% ഫുള്ളാണെന്ന് പറയാൻ പറ്റൂല. ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള വണ്ടി. ബാക്ക് സൈഡിൽ വരുവാണെങ്കിൽ എങ്ങനെയുണ്ട്? നോക്കിക്കോളി. ബാക്ക് സൈഡ് നോക്കുമ്പോൾ സീറ്റ് കുറച്ച് മുഷ്ടിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സൺറൂഫ് ഇല്ല. അപ്പോൾ ഒരു മിഡിൽ വേരിയൻ്റ് ഒക്കെ ആയിരിക്കും അല്ലേ? അതെ. അപ്പോൾ 2014 മോഡൽ ഓഡി A6 എത്രയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമുക്ക് NOC-യിൽ 8,80,000 രൂപ കൊടുക്കാം. NOC-യിൽ 8,80,000. A6 എന്ന് പറഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി പ്രൈസ് കൂടിയ വാഹനമാണ്. അപ്പോൾ A6 ഒരു ഓവർ പ്രൈസ് ഒന്നും അല്ല. ഇല്ല. എന്നാലും ഡിസ്കൗണ്ട് കൊടുക്കൂലേ? എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി ചെയ്യാം. ചെറിയ മാറ്റമൊക്കെ വരുത്തി തരും. ഓഡി A6 2014 മോഡലിൽ ലോൺ കിട്ടണമെങ്കിൽ കേരള നമ്പർ ആവണം. ചെറിയ നെഗോസിയേഷൻ ഒക്കെ നടക്കും. അപ്പോൾ അടുത്തതായിട്ട് ഒരു കരിമ്പുലി. ഇത് എത്രയാണ് മോഡല്? ഇത് 2010 പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്താ. M5-ലേക്ക് കൺവേർട്ട് ചെയ്ത. എന്ത് രസം ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കാണാൻ. ബ്ലാക്ക് കളർ, നല്ല റോഡ് പ്രസൻസ് ഉള്ളത്. നമ്പർ ആയിട്ടുണ്ട്. അല്ല 2010 റിന്യൂവൽ ആയില്ലേ? അല്ല, പുതിയ പേപ്പർ എടുത്താണ്. 2030 വരെ പേപ്പർ ഉണ്ട്. ടാക്സ് അടച്ച്. അപ്പോൾ ഒരു ചെലവില്ല. വാഹനം എങ്ങനെയുണ്ട്? പക്ക വണ്ടി. നമ്മൾ നോക്കി എടുത്തതാണ്, അവിടുന്ന് കൊടുന്നിട്ട് ഫുള്ള് A to Z. പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ പെയിന്റ് അടിക്കുമ്പോൾ ഇതിന്റെ മുകളിൽ ഒരു ടെഫ്ലോൺ അടിക്കണം. ടെഫ്ലോൺ ചെയ്തിട്ട് കൊടുക്കാം കസ്റ്റമർക്ക്. അപ്പൊ ഇങ്ങനെ അടിച്ചു വെച്ചാൽ വെയിലും മഴ കഴിഞ്ഞാൽ അത് പോവല്ലോ. അപ്പൊ അവർ ടെഫ്ലോൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാടി ചില്ല് പോലെ ഇരിക്കും. തിളങ്ങും. ടയർ വന്നിട്ട് നോക്കിയിട്ട് പിന്നെ ചെയ്തെടുക്കാന്നുള്ള അതിൽ വെച്ചാണ്. ടയറൊക്കെ ഒരു 60% ഉണ്ട്. അതെ. പിന്നെ ഒരു പഴയ മോഡൽ പുതിയതിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ അതിൻ്റെതായ ന്യൂനതകളൊക്കെ ഉണ്ടാവും. അതെ. എന്നാലും വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒക്കെ ആണെങ്കിൽ M5-ന്റെ ഭയങ്കര ലുക്ക്. ഇതുണ്ട്, ടെഫ്ലോൺ അടിക്കാത്തതുകൊണ്ടാണ് ഈ സ്ക്രാച്ചസ് ഒക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണുന്നത്. അപ്പൊ അത് ചെയ്തു കൊടുക്കണം. കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കും. ആവശ്യപ്പെട്ടെന്നല്ല, അത് ചെയ്തിട്ട് കൊണ്ടടക്കുമ്പോൾ അപ്പൊ മോഡല് 2010. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? ഓണർഷിപ്പ് ചോദിക്കണ്ട, 4 ആയിട്ടുണ്ടാവും. 4 2010 മോഡലാണ്. ഇനി ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്റീരിയർ ഒരു 50% ഓക്കെ ഉള്ളൂ. 50%. ഇന്റീരിയർ നിങ്ങൾ പുതിയ മോഡലിലേക്ക് മാറ്റിയില്ല? ഇല്ല.
സീറ്റൊക്കെ പുതിയ സീറ്റ് പുതിയ ചെയ്താ. ഇവിടെ ഒക്കെ ഇങ്ങനെ മുഷിണ്ട്, ഇതൊക്കെ പോളിഷ് ചെയ്താ പോകുന്ന സംഭവങ്ങളാണ്, അതൊക്കെ ചെയ്തു വെക്കണം. പിന്നെ സ്റ്റീരിയോ ഇല്ല, റിവേഴ്സ് ക്യാമറ ഇല്ല, ഒക്കെ ഉള്ളത് പറയണല്ലോ. സൺറൂഫ് ഒക്കെ ഉണ്ട്. സൺറൂഫ് ഉണ്ട്, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, അതൊന്നും നമ്മൾ പുതിയ മോഡൽ കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്താലേ ശരിക്കും പുതിയന്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഇന്റീരിയർ കുറച്ച് വീക്കാണ്, ഒരു 50% ഉള്ളൂ. എക്സ്റ്റീരിയർ പക്കയാണ്. അത് നിങ്ങൾക്കൊരു ടഫ്ലോണൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കൊടുക്കാം അല്ലേ? അതെ. ബാക്ക് സൈഡ് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. സീറ്റ് ഇപ്പൊ നമ്മൾ ചെയ്തത് തന്നെ. സീറ്റ് ചെയ്തതാണ്. അതിനുള്ള പ്രൈസേ ചോദിക്കുന്നുള്ളൂ. അതെ. പിന്നെ അങ്ങനെ ടയർ ഒരു 60% ടയർ ഉണ്ട് അല്ലേ? അതെ. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് എവിടെയൊക്കെ വരണം, അതൊക്കെ ചെയ്ത് കൊടുക്കാം. അതൊക്കെ ശരിയാക്കി കൊടുക്കാം. ശരിയാക്കിയിട്ട് കൊടുക്കാം. അപ്പൊ എത്രയാണ് ഈ M5 കൺവേർട്ട് ചെയ്ത 2010 മോഡല് പുതിയ പേപ്പർ എടുത്ത് റിന്യൂവൽ എടുത്ത് ഒന്നും ചെയ്യണ്ട, പുതിയ മോഡൽ കൺവേർട്ട് M5 കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? 10,30,000 രൂപ ഫൈനൽ. നമ്മൾ ചോദിച്ചിന്ന് 10,80,000 ആയിരുന്നു. നമ്മൾ ഓഫർ പ്രൈസ് ആക്കിയിട്ട് 10,30,000 ഫൈനൽ ആക്കി. 10,30,000 നല്ലൊരു പ്രൈസ് ആണ്. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും മാറ്റം വരുത്തി. കാരണം എന്താണെന്നറിയാം, ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ള 11 മോഡൽ 16 ലക്ഷത്തിനൊക്കെ വീഡിയോ ചെയ്തു M5 കൺവേർട്ട് ചെയ്ത്. പക്ഷെ അത് കുറച്ച് ടഫ്ലോണൊക്കെ അടിച്ചിട്ട് പറഞ്ഞ പോലെ നല്ല സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ നല്ല റേറ്റ് ആണ്. കാരണം ആ വാഹനത്തിന്റെ പൈസയും പിന്നെ ഇതൊരു 3-4 ലക്ഷം റുപ്യാണ് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. നമ്പർ ആക്കാനുള്ള ക്യാഷ് ഒരു നമ്പർ ആക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ RT ഓഫീസിൽ നമ്പർ 4240 നമ്പർ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. 30 വരെ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ എന്തെങ്കിലും റെന്റ്, കല്യാണ പരിപാടി, അവർക്കൊക്കെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറക്കിയ ഒരു പുതിയ വണ്ടിയെന്ന് തോന്നുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി വണ്ടികൾ അല്ലേ? നല്ല സൂപ്പർ വണ്ടികള്. പ്രേക്ഷകർ പറയട്ടെ. അല്ല എന്നാലും നീ പറഞ്ഞു കൊടുത്തൊക്കെ സത്യസന്ധമായിട്ട് തന്നെ അല്ലേ? അതിൽ ഇനി വെള്ളം ചേർത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു കൊടുത്തോളം നല്ല വാഹനങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓവർ പ്രൈസും ഇല്ല. ഇതിന്റെ ഈ പ്രൈസ് ഓവർ എന്ന് പറഞ്ഞവർക്ക് റേറ്റ് അറിയാത്തവരായിരിക്കും. നെഗോഷ്യബിൾ ആണ്, ഫിക്സഡ് റേറ്റ് അല്ല. എങ്ങനെയായാലും ഒരു കച്ചവടം നടക്കുമ്പോൾ ടേബിൾ ടു ടേബിൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കണം. നല്ല വണ്ടികൾ നോക്കുന്നവർ തീർച്ചയായിട്ടും വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. കാരണം ഈ വണ്ടികളൊക്കെ അധികം നിൽക്കുന്ന വണ്ടികളല്ല, വേഗം സെയിലായി പോകുന്ന വണ്ടികളാണ്. താല്പര്യം തോന്നുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി എപ്പിസോഡുമായിട്ട് ഇനിയും നമ്മൾ വരും. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.